എന്തൊരു ചൂട്. സുധേട്ടാ, നമ്മളിവിടെ എന്തിനാ വന്ന് സ്വത്ത് ചോദിക്കേ? എന്റെ പെങ്ങളടുത്ത് സ്വത്ത് ചോദിച്ചു വാങ്ങാനല്ലോ. ഇന്നൊരു ചെറിയ മക്കളെ വാരി പറഞ്ഞ പഴം ഞണ്ടി കൊടുക്കാടോ. എടാ നല്ല പൂമ്പോയാ കഴിച്ചു. പിന്നെ ഈ പൂവമ്പോയ എവിടെ കണ്ടാലും ഞാൻ കഴിക്കും. ഇതിന്റെ ഒരു വീക്ക്നെസ്. എന്റെ അടുത്ത് നമുക്ക് വീക്ക് കിട്ടണ്ടെങ്കിൽ ഈ വന്ന കാര്യത്തിൽ ഞാൻ ചെയ്യാൻ നോക്ക്. എന്താണ് അങ്ങോട്ട് നോക്ക്. എനക്കേ എന്റെ പെർഫോമൻസ് എന്താ അറിയില്ല. ഞാൻ അവിടെ വന്നാൽ കാണിച്ചു. പെർഫോമൻസ് ആടെ പോയി കാണിക്കും. വീനു, എത്ര നാളാണ് കണ്ടിട്ട്? വാ, കേറി വാ. എനിക്കൊരു സ്വത്ത് വേണോ? എന്താ വിനു, ഈ സ്വത്തൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ പാണ്ടോ? ചിലക്കലളിയാ കൊടുത്താളി കളിയാ, ഓൻ സ്വത്തല്ലേ, വെറുതെ നിങ്ങളെ അടുത്ത്. അതെ, ഈ ഇതിനകത്ത് ഇടപെടണ്ട. ഇത് ഞങ്ങൾ കുടുംബക്കാരെ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങളായിട്ട് ഡീൽ ചെയ്തോളൂ. അതെന്ത് വർത്താനം, ഞങ്ങൾ കുടുംബക്കാരൻ ഓൻ്റെ ഒറ്റ സുഹൃത്താ. എനിക്ക് അതിൽ ഇടപെടുന്നതിന് എന്താ കുഴപ്പം? അത് ബിനു, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ എടുത്ത് നടന്ന ഒരാളാ ഞാൻ. അതെന്ത് വർത്താനം അളിയാ? ഇപ്പം 25 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ ഓളെ കിട്ടുന്നത്. 25 വയസ്സിൽ നിങ്ങൾ ഓനെ ഒക്കത്ത് വെച്ച് നടന്നിക്കുക. 25 വയസ്സിൽ ഞാൻ ഇവനെ ഒക്കത്ത് വെച്ച് നടന്നു എന്നോട് ഞാൻ പറഞ്ഞു. എടോ, ഇവന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാനൊരു ബെഡിൽ നിന്ന് മറ്റേ ബെഡിലേക്ക് എടുത്ത് കിടത്തി. അപ്പം അത് എടുത്ത് കിടത്തലല്ലേ, എടുത്ത് നടക്കലല്ലേ? അതിനൊക്കെ കുപ്പി ക്യാഷ് വന്നില്ലേ? എന്താ അളിയാ മോശാട്ടോ. അയ്യോ. അതെ സുമേഷേ, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി എന്ന് കുറച്ച് കാര്യം സംസാരിച്ചാലോ? അതെ, സ്വാധീനിക്കാനാണ്. എന്നല്ല, ഈ ലോകത്ത് എനിക്ക് ഇവനെ കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അതല്ല, ഇത് വേറൊരു കാര്യം പറയാനേ. പ്രധാനപ്പെട്ട കാര്യം പറയാലോ, സംസാരിക്കാലോ. ഈ സുമേഷ്, ഈ സംഭവം ഓൻ്റെ കമ്പനിക്കാരനൊക്കെ തന്നെ, അതേമാതിരി തന്നെ ഈ ഇന്ത്യൻ കമ്പനിക്കാരനല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം ഓനെപ്പോലൊരു ചങ്ങായിക്ക് ഈ സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓന മൊത്തം തുമ്പില്ലാണ്ടാക്കും. എനിക്ക് അറിഞ്ഞൂടേത്. അതെന്താ വെച്ചാൽ അത് നോക്കാനല്ല ഓൻ്റെ സുഹൃത്തായി ഞാൻ ഇവിടെ ഉണ്ട്. ഓൻ തുമ്പാക്കുള്ളൂ, നശിപ്പിക്കൊന്നുമില്ല. ഈ അങ്ങനെ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളൂ. ഈ ഇപ്പൊ തൽക്കാലം ഓൻ ഈ സ്വത്ത് ചോദിക്കുന്നതെന്നാട്ട് പിന്മാറാൻ പറയേ. അത് നടക്കൂലല്ല. അല്ലല്ലോ, ഇവിടെ സംഭവം ഓന് അവകാശപ്പെട്ട സ്വത്തൊക്കെ തന്നെയാണ്. അറിയുന്നല്ല, പിന്നെ എന്തിനാ പിടിച്ചേക്കുന്നത്? അല്ലാതെ ഓന് കൊടുത്തവന്ന് ശരിയാവണോ, നശിപ്പിക്കും. ഓന് ബോധമില്ലടോ ചങ്ങയെ. വെറുതെ വിചാരിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലായി. എനക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുനിന്നൊരു ഗുണം ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു കാര്യം ചെയ്യാം. എനക്ക് ഞാൻ ഒരു ഗുണമുള്ള ഒരു കാര്യം പറയാം. ഈ സംഭവത്തിനകത്ത് നിന്ന് പിന്മാറി ഓന് നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനക്ക് ഞാൻ 1 ലക്ഷം ഉറുപ്പിക തരും. എങ്ങനെ? ഈ ഇപ്പോൾ സ്വത്ത് ചോദിക്കുന്നതിന് ഓനും പിന്മാറി ഓന് നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനക്ക് 1 ലക്ഷം ഉറുപ്പിക ഞാൻ തരും. 1 ലക്ഷം ഉറുപ്പിക അങ്ങനത്തെ ഒരു കാര്യം നടക്കും. 1 ലക്ഷം ഒന്നും നടക്കൂല. അങ്ങനെ അതിനെ പറ്റി വർത്താൻ പറയണ്ട. അല്ലെങ്കിൽ ഞാൻ നിൽക്കൂല. ഓൻ്റെ ആത്മാർത്ഥ സുഹൃത്താ. അങ്ങനത്തെ പരിപാടി നടക്കൂല. എങ്ങനെയുണ്ട്? നല്ല പഴമാണല്ലോ. നല്ല മധുരല്ലേ? ഞാനിത് വെട്ടാതെ നീ ഇന്ന് വരും നാളെ വരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിന്നതാ. അവസാനം ഇന്നലെ കറക്റ്റ് അപ്പൊ ഇന്ന് വരികയും ചെയ്തു. നല്ല പഴം കഴിക്കുന്നോ? അല്ലടോ പോണ്ടേ? ഈ പോയിക്കോ, ഞാൻ ഗൂഗിൾ തരാം പൈസ. അവൻ ഇതൊക്കെ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. ഇയാള് പോയിക്കോ. അല്ലേ, നേരത്തെ ഒരു 1 ലാഖിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെ? 1 ലാഖ് 1 ലാഖ് കണക്കല്ലേ? തരാം. തരില്ല അല്ലേ? പോട്ടെ. ശരി കേട്ടോ. നിങ്ങളെ ഒന്നേയല്ലോ. കഴിച്ചോ കഴിക്കും മോനെ. കഴിച്ചോ.